നമസ്കാരം, ഞാൻ ഡോക്ടർ ബിൻസി ബാബു ഫ്രം GR ആയുർവേദ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവാനന്തര വിഷാദത്തെക്കുറിച്ചിട്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് വിത്തിൻ 3 months ആണ് സാധാരണയായിട്ട് സ്ത്രീകളിൽ ഈ ഒരു സ്റ്റേജ് രൂപപ്പെടുന്നത്. അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ പ്ലസ് ഫിസിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് അവരുടെ വയറ് ചാടുക, മുടി കൊഴിയുന്ന പോലെ തോന്നുക, നിപ്പിള് ക്രാക്കായിട്ട് കുട്ടി പാൽ കുടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, ഇത്തരത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. അതിൻ്റെ കൂടെ അവരുടെ പാർട്ട്ണറിൻ്റെ കയ്യിൽ നിന്ന്, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്, റിലേറ്റീവ്സിൻ്റെ അടുത്തു നിന്നൊക്കെ അത്യാവശ്യത്തിന് കെയർ കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ, അതുപോലെ ഒരു സെൽഫ് കെയർ അവർക്ക് ചെയ്യത്തിൽ എന്ത് കാരണം വേണമെങ്കിലും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യാം. മാത്രമല്ല നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾക്ക് പോലും ഒരു പരിധിയുണ്ട്. ആ ഒരു നോർമൽ ചെയ്യുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഒരു ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഉദാഹരണമായിട്ട് അവർ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒരുപാട് സമയം കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ഒട്ടും ഉറങ്ങാതിരിക്കുക, ഈ രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഒരു വേരിയേഷൻ വരാം. അപ്പോൾ കൃത്യസമയത്ത് തൈറോയ്ഡ് പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാണോ ഇതിന് കാരണം എന്നുള്ളത് ഒരു ഡോക്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് റൂൾ ഔട്ട് ചെയ്യുക. മാത്രമല്ല ഡിപ്രഷൻ്റെ കാരണം സിവിയറിറ്റി അനുസരിച്ചിരിക്കും ഏത് രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകേണ്ടത്, എത്രത്തോളം സമയം എടുക്കുക അവരതിനെ റിക്കവർ ചെയ്യാൻ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി സ്നേഹത്തോടു കൂടി അവരോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. താങ്ക് യു.